തൃശൂർ അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയ്ക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാനുള്ള നടപടികൾ തുടങ്ങി. അതിരപ്പിള്ളിയിലെത്തിയ ഡോക്ടർ അരുൺ സഖറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ആന നിലയുറപ്പിച്ച എസ്റ്റേറ്റ് 1-ാം ബ്ലോക്കിലേക്ക് തിരിച്ചു. കുങ്കി ആനകളെ ഉപയോഗിച്ച് ആനയെ പിടികൂടിയ ശേഷമാകും ചികിത്സ നൽകുക. ആനയുടെ ആരോഗ്യനില മോശമാണെന്നും ഭൂപ്രകൃതി അടക്കം പലതും ദൌത്യത്തിന് വെല്ലുവിളിയാണെന്നും ഡോക്ടർ അരുൺ സഖറിയ ന്യൂസ് 18നോട് പറഞ്ഞു. നമുക്ക് മയക്കിയിട്ട് നമുക്കിതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷൻ നോക്കി നമ്മൾ സെഡേറ്റ് ചെയ്യാം, മയക്കിയിട്ട് നമ്മൾ എന്താ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. ട്രാങ്കുലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് കൃത്യമായിട്ടുള്ളൊരു ലൊക്കേഷൻ വേണം. നമുക്ക് അല്ലാണ്ട് നമുക്ക് പറ്റില്ല, വെള്ളത്തിനടുത്തോ അങ്ങനെയൊന്നും പറ്റില്ല, നമുക്ക് ഡെത്ത് ആവും. അപ്പോൾ അതിനെ കൃത്യമായിട്ട് നോക്കി ആ വൂണ്ട് നമ്മൾ ഒന്ന് കിട്ടിയ ഫോട്ടോഗ്രാഫ്സ് എല്ലാം നമ്മൾ അനലൈസ് ചെയ്തിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ശരിക്കും നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് വേണ്ട ഒരു വൂണ്ടാണ്. പരിക്കിൻ്റെ സംബന്ധം ഹിറ്റ് വൂണ്ടായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇറ്റ്സ് നോട്ട് പെനിട്രേറ്റിംഗ് വൂണ്ടല്ല. ആന ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത് ചാലക്കുടി പുഴയ്ക്കും റബ്ബർ പ്ലാന്റേഷനും ഇടയിലുള്ള ഭാഗത്താണെന്നും ഇവിടെ ദൌത്യം ദുഷ്കരമാണെന്നും വാഴച്ചാൽ DFO ലക്ഷ്മി ന്യൂസ് 18നോട് പറഞ്ഞു. CV അനുമോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചാലക്കുടി അതിരപ്പള്ളി പരിസരത്ത് നിന്ന്. അനുമോദ്, വളരെ ദുഷ്കരമായ ദൌത്യമാണ്, പക്ഷേ ആനയുടെ സ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിൽ കൂടിയായ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് ഇതിലേക്ക് കടക്കേണ്ടതുണ്ട്. ഏറ്റവും ഒടുവിൽ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അതിരപ്പള്ളി മേഖലയിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ ആനയെ ചികിത്സിക്കാനുള്ള ദൌത്യം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതിരപ്പള്ളി 1-ാം ബ്ലോക്കിലാണ് ഇപ്പോൾ ദൌത്യസംഘം ഉള്ളത്. അല്പസമയം മുൻപ് ഡോക്ടർ അരുൺ സഖറിയ സംഘവും ആന നിൽക്കുന്ന ഇടത്തേക്ക് പോയി കഴിഞ്ഞു. നമ്മോടൊപ്പം DFO ലക്ഷ്മി മാഡം ചേർന്നു. ഇപ്പോൾ എന്താണ് മിഷന്റെ സ്റ്റാറ്റസ് മാഡം? മിഷന്റെ സ്റ്റാറ്റസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മളിതിനെ നിരീക്ഷിച്ചു വരുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഡോക്ടർ വെറ്റിനറി ഓഫീസർമാരുടെ സംഘം ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് ആനയ്ക്ക് ഇന്നലെ ആയപ്പോൾ കുറച്ചൊരു ഫുഡ് ഇൻടേക്കിനും അതിന്റെ മൂവ്മെന്റിനും ഒക്കെ ഒരു ചെറിയ ഒരു കുറവ് ഫീൽ ചെയ്തതിനെ തുടർന്നാണ് നമ്മൾ മേളിലേക്ക് റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അരുൺ സഖറിയ ഡോക്ടറിന്റെ സേവനം വേണമെന്ന് അഭ്യർത്ഥനയെ തുടർന്നാണ് അദ്ദേഹം ഇന്ന് എത്തിയിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം ആനയെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആനയെ നിരീക്ഷിച്ചതിന് ശേഷം എന്ത് നടപടിയിലേക്ക് പോകാമെന്ന് അദ്ദേഹം അത് തീരുമാനിക്കുന്നതായിരിക്കും. ഇടം എങ്ങനെ നമുക്ക് ആക്സസിബിൾ ആണോ? ആന ഇപ്പോൾ പുഴയുടെ ഒരു തുരുത്തിലാണ് ആന നിൽക്കുന്നത്. ഇന്നലെയും നമ്മൾ മെനഞ്ഞാന്നും ലൊക്കേറ്റ് ചെയ്തപ്പോൾ മൊത്തം ഇത് തുരുത്ത് ഭാഗത്തിലാണ് അത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുഴയുടെ ഒരു ഭാഗമാണ് ഈ തുരുത്ത് എന്ന് പറയുന്നത്, ചാലക്കുടി പുഴയുടെ. അതിന്റെ ഇടയിലുള്ള ഒരു മൺതിട്ട പോലത്തെ വെള്ളം കിട്ടാൻ എളുപ്പത്തിനും പിന്നെ അതിന് ഇപ്പുറത്തോട്ട് കയറി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നടന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കാടാണ്, വാടാമുറി ഭാഗമാണ്. അപ്പോൾ ഫുഡും തണലും ഒക്കെ വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ ആ സ്ഥലം ഇതായിരിക്കുന്നത്. അപ്പോൾ ഈ അരുൺ സഖറിയ ഡോക്ടർ നോക്കിയിട്ട് കംഫർട്ടബിൾ ആയിട്ടൊരു സ്ഥലം നോക്കിയിട്ട് വേണം അദ്ദേഹത്തിന് തീരുമാനിക്കാനായിട്ട്. എങ്ങനെയാണ് മയക്കുവെടി വെച്ച് ചികിത്സ നൽകാനാണോ അതോ കുങ്കിയാനകളെ കൊണ്ടുവരാനോ? എന്താണ് സാധ്യത? അത് അദ്ദേഹം ഇനി പറയണം. എല്ലാത്തിനും തയ്യാറെടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അഥവാ കുങ്കികളുടെ സഹായത്തോടു കൂടി, കുങ്കിയാനകളുടെ സഹായത്തോടു മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ചിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇന്ന് തന്നെ മയക്കുവെടി വെച്ച് ചികിത്സിക്കാനുള്ള അതെ, അതിനെല്ലാം തയ്യാറെടുപ്പോടും കൂടിയാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. ഈ ടെറൈൻ എത്രമാത്രം റിസ്കിയാണ്? ടെറൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ നമുക്കറിയാലോ, ചാലക്കുടി പുഴയാണ് ഇതിന്റെ ഇടത് സൈഡ് വരുന്നത്. ഇത് നമ്മൾ PCKക്ക് ഫോറസ്റ്റുകാർ ലീസിന് കൊടുത്ത ഭൂമിയാണ്. തൊട്ടിപ്പുറത്ത് വനമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മേഖലയിൽ ഏത് സ്ഥലമാണ് അനുയോജ്യം എന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ ഒക്കെ വേണ്ടി വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലം നോക്കിയിട്ട് ഡോക്ടർ അത് തീരുമാനിക്കും. ഇതുവരെ നിരീക്ഷിച്ചതിൽ ആനയുടെ പഴുപ്പ്, മുറിവ് എത്രമാത്രം പഴുപ്പുണ്ട്? മുറിവ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ കാണുമ്പോൾ മൊത്തം ആന തുരുത്തിലും മണ്ണ് വാരിക്കൊണ്ടിട്ടിരിക്കുമ്പോൾ നമുക്ക് പഴുപ്പിന്റെ ഇന്റൻസിറ്റി നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് ആന പുഴയിൽ ഇറങ്ങുമ്പോഴാണ്, ഇത് കഴുകി കളയുമ്പോഴാണ് നമ്മൾ പഴുപ്പിന്റെ ഇത് കാണുന്നത്. പഴുപ്പ് ഉണ്ട്, നമ്മൾ നിലവിൽ പഴുപ്പ് കണ്ടിട്ടുണ്ട്. വെടിയേറ്റ ലക്ഷണം തന്നെ? വെടിയേറ്റതൊന്നുമല്ല, ആനകൾ തമ്മിൽ കുത്തുകൂടിയിട്ടുണ്ടായ മുറിവാണെന്നാണ് ഡോക്ടർമാരുടെ നിഗമനം. നമുക്ക് ആധികാരികമായിട്ട് എനിക്കത് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഡോക്ടർമാർ നിരീക്ഷിച്ചതിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. മിഷന് ഈ ഒരു ടെറൈനും വലിയ ഭീഷണി ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടോ? ഭൂപ്രകൃതി കുറച്ച് വെല്ലുവിളി ഉയർത്തുന്നതാണെന്ന് അരുൺ സഖറിയ നേരത്തെ പറഞ്ഞു. അതെ, കാരണം എന്ന് വെച്ചാൽ പുഴയുണ്ട്. ആനയ്ക്ക് ഡാർട്ടിങ് എങ്ങാനും ചെയ്തു കഴിഞ്ഞാൽ പുഴയിൽ വന്നു കഴിഞ്ഞാലും അതൊരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ സൗകര്യം അനുസരിച്ച് കുറച്ച് കാട്ടിലേക്ക് കയറിയിട്ടാണെങ്കിലോ ഏത് സ്ഥലത്താണ് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ആണെങ്കിലും ഇന്ന് ഈ ഒരു മിഷൻ പൂർത്തീകരിക്കാൻ കഴിയുന്ന പ്രതീക്ഷയാണ് അല്ലേ? അതെ, ശുഭപ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ന് ഈ ആനയ്ക്ക് ചികിത്സ നൽകുക എന്നുള്ളതാണ് വനംവകുപ്പ് ലക്ഷ്യമിടുന്നത്. കാരണം മുറിവിന് പഴുപ്പുണ്ട്, ആഴമുണ്ട്. അപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും അതിന്റെ സാഹചര്യങ്ങൾ കൂടുതൽ മോശമാവുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ആനയെ
മയക്കുവെടി വെച്ച് അതിന് ചികിത്സ നൽകി അതിന്റെ ജീവൻ സുരക്ഷിതമാക്കുക എന്ന ഉദ്ദേശമാണ് ഇപ്പോൾ ഈ മിഷന് പിന്നിലുള്ളത്. എന്താണെങ്കിലും ആന നിൽക്കുന്നിടത്ത്, ആ മിഷൻ നടക്കുന്നിടത്തേക്ക് മാധ്യമങ്ങൾക്കൊക്കെ പോകുന്നതിന് നിയന്ത്രണമുണ്ട്. കാരണം റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്. നമ്മളതിന് ഏതാണ്ട് 1 കിലോമീറ്റർ പുറത്താണ് മാറി നിൽക്കുന്നത്. ആനയെ കണ്ടെത്താൻ കഴിഞ്ഞാലും അതിന് സുരക്ഷിതമായിട്ട് ചികിത്സ നൽകാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഈ മിഷന്റെ അടുത്ത ഘട്ടത്തിലേക്ക് മുന്നോട്ട് പോവുക. എന്താണെങ്കിലും മിഷൻ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. KP ദിനേഷിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18.